സിഎം സാർ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ ആ ചിരിയുണ്ടോ നിങ്ങൾ? അതിനകത്തെല്ലാം ഉണ്ട്. ഇനി എന്ത് തന്നിയില്ലെങ്കിലും എന്താ പുഞ്ചിരി പോലെ. നാളെ സത്യപ്രതിജ്ഞ ചൊല്ലിയ നമ്മളെ കേരളത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത്. യുവാക്കളാണ് ചോദിക്കുന്നത്, അവരോടാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടോ? അത് ചെയ്തിരിക്കും. ഇതാരാ പറയുന്നതെന്നറിയാം നമുക്ക്? എഡ്യൂക്കേറ്റഡ് ആയ ഒരു മുഖ്യമന്ത്രിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡാണ്. ക്വാളിഫൈഡ് ആയതൊരു വ്യക്തിയാണ് ഈ പറയുമ്പം അതിൽ നമുക്കത് വിശ്വസിക്കുക. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ നമുക്ക് അറിയാലോ. 1ഉം 2ഉം അല്ല, എനിക്ക് തോന്നുന്നത് 4ഓളം വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. LLM, LLB, അത് അങ്ങനെ ഒരുപാട്. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. കേരളത്തെ ഈ കരാളഹാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിൽ അദ്ദേഹം ഫലം കണ്ടു. എന്തുകൊണ്ട് നശിച്ച ദാർഢ്യം, അതാണ് കോൺഫിഡൻസ്. അതാണ് കോൺഫിഡൻസ്. വി പ്രൗഡ് റിയലി വി പ്രൗഡ്. പറയാൻ വാക്കുകളില്ല. അത് അത് യുവാക്കളോട് നോക്കിയിട്ട് പറയാണ്. നിങ്ങളുടെ ആ മാനറിസം കണ്ട, ആ ശൈലി ഉണ്ടാവും. ചോദിച്ചപ്പോഴേക്കുള്ള ആ ചുണ്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറയുന്നത് തരാൻ നിങ്ങൾക്കൊക്കെ, നിങ്ങൾക്ക് ആഗ്രഹമല്ലേ എന്നുള്ള ആ തരും. അതാണ്. ഇതൊക്കെ നേതാവാണ്. കണ്ടു പഠിച്ചോളൂ. കഴിഞ്ഞു പോയ 10 വർഷത്തെ ഒരു മുഖ്യൻ്റെ ചേഷ്ടകളും കോപ്രായങ്ങളും ഒക്കെ കണ്ടിട്ട് മടുത്ത ജനത്തിന് ഒരു സൂര്യോദയമാണിത്. സൂര്യോദയം നാളത്തെ സൂര്യോദയം നമുക്കൊരു പ്രചോദനമാവട്ടെ. ഹോപ്പ്ഫുള്ളി.